81-ാമത്തെ വയസ്സിലും നിർത്താതെ അഭിനയിച്ചുകൊണ്ട് ബച്ചൻ കുടുംബത്തിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് നടൻ അമിതാഭ് ബച്ചൻ. എന്നാൽ ഇന്നലെ വന്ന വാർത്തയിൽ എല്ലാവർക്കും ഒരു ദുഃഖവാർത്തയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കുറച്ച് ഗുരുതരമാണ് എന്ന് അറിഞ്ഞതിലൂടെ എല്ലാവർക്കും വളരെയധികം ഞെട്ടലായി മാറി. എന്നാൽ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനമായി എന്ന് പറയാം. അദ്ദേഹത്തിനെ പ്രവേശിപ്പിച്ചിരുന്ന ആശുപത്രി നിറയെ അദ്ദേഹത്തിൻ്റെ ആരാധകർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ആശുപത്രിയിൽ എത്തിച്ചു എന്നും ഗുരുതരമാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെയും ആരാധകർ ആശുപത്രിയിലേക്ക് ഇരച്ചു കയറി. അപ്പോൾ തന്നെ ആശുപത്രി അധികൃതർക്ക് ആ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അവർ അപ്പോൾ തന്നെ അറിയിക്കുകയും അമിതാഭ് ബച്ചൻ്റെ കാര്യങ്ങൾ ഉടനെ തന്നെ മാധ്യമങ്ങളുമായി പറയുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു പലരും ആ ആശുപത്രി വിട്ടു പോയതുപോലും. ഒരു രാത്രി മുഴുവൻ അമിതാഭ് ബച്ചൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്നു. ഇങ്ങനെയൊരു സംഭവം ആദ്യമായാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം. 81 വയസ്സായി അമിതാഭ് ബച്ചൻ എന്ന അതുല്യ കലാകാരന് നിരവധി അവാർഡുകൾ നേടിയെടുത്ത ഇപ്പോൾ രാജ്യത്ത് തന്നെ അഭിമാനമായി നിൽക്കുന്ന താരത്തിൻ്റെ കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമയാണ് ഇനി വരാനിരിക്കുന്നത്. ആ സിനിമയുടെ ചിത്രീകരണവും ഷൂട്ടിങ്ങുമൊക്കെ പൂർത്തീകരിച്ച സ്ഥിതിക്ക് ഇപ്പോൾ ബച്ചൻ കുടുംബത്തിന് ആശ്വാസമായിട്ടുള്ള വാർത്തകൾ വരേണ്ട സമയം ഇപ്പോൾ ദുഃഖവാർത്തയാണ് പുറത്തു വന്നത്. താരത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ഇന്നലെ വിധേയനാക്കിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ബോളിവുഡ് സൂപ്പർ താരം അമിതാഭ് ബച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത വന്നപ്പോഴും അദ്ദേഹത്തിന് ഗുരുതരമാണെന്നും ശസ്ത്രക്രിയ ഉടനെ ഉണ്ടാകുമെന്ന് അറിയിച്ചപ്പോഴും ആരാധകർക്കാകെ ടെൻഷനായി മാറിയിരുന്നു. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ വിധേയനാക്കിയത്. കാലിലെ രക്തക്കൊഴലുകളിലെ തടസ്സം നീക്കുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് നടന്നത്. നടക്കാനുള്ള ബുദ്ധിമുട്ട്, വേദന ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സിംറ്റംസ്. ബച്ചൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ തന്നെ അറിയിച്ചു. ഇന്നലെ രാവിലെ തന്നെ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത സിനിമയുടെ വിശേഷങ്ങൾ ബച്ചൻ തന്നെ പങ്കുവച്ചത്. സോഷ്യൽ മീഡിയയിൽ ബച്ചൻ്റെ പേജുകളൊക്കെ തന്നെ വളരെയധികം ആക്റ്റീവാണ്. അദ്ദേഹം ഗുരുതരമായ ആശുപത്രിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ നോക്കുന്നവരൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ചിത്രങ്ങളുടെ വിശേഷങ്ങളും എല്ലാം പങ്കുവെക്കുന്നുമുണ്ട്. ഈ പ്രൊജക്ടിന് വേണ്ടി രാത്രി വൈകും വരെ താൻ ജോലി ചെയ്തുവെന്ന് ബച്ചൻ പറഞ്ഞിരുന്നു. ഈ വർഷം ആദ്യം കൈത്തണ്ടയിലെ ശസ്ത്രക്രിയയ്ക്ക് താരം വിധേയനായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് കാലിലെ ഈ ശസ്ത്രക്രിയയ്ക്ക് കൂടി വിധേയനാകുന്നത്. അത് വളരെ സങ്കടമുള്ള കാര്യമാണെന്നും അടുപ്പിച്ചടുപ്പിച്ച് കുറേയധികം സർജറികളായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അമിതാഭ് ബച്ചൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ടെന്നും നിരവധി പേർ പരാതിയുമായി തന്നെ എത്തിയിട്ടുണ്ട്. നടൻ അമിതാഭ് ബച്ചൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അദ്ദേഹം ഇങ്ങനെ ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ല എന്നും വയസ്സായി എന്നും 81 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല എന്നും അതിൻ്റെതായ അസ്വസ്ഥതകളൊക്കെ തന്നെയും അദ്ദേഹത്തിനുണ്ട് എന്നും പറയുന്നുണ്ട്. 1973 ജയാ ബച്ചനുമായി അമിതാഭ് ബച്ചൻ വിവാഹിതനായത്. അഭിഷേക് ബച്ചൻ, ശ്വേത ബച്ചൻ എന്ന 2 മക്കൾ കൂടി ഇവർക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ 1942 ഒക്ടോബർ 11 പ്രയാഗരാജിൽ ജനിച്ച അദ്ദേഹം സിനിമയിലെത്തിയത് വളരെ യാദൃച്ഛികമായി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അഭിഷേക് ബച്ചൻ തന്നെ ഇപ്പോൾ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ്. മരുമകൾ ഐശ്വര്യയും അങ്ങനെ തന്നെ. അമിതാഭ് ബച്ചൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ പ്രേക്ഷകർ എപ്പോഴും മുംബൈയിൽ പോകുമ്പോൾ അന്വേഷിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സജ്ജമായ അസുഖങ്ങളൊക്കെ മാറി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാൻ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും ആരാധകരും തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.